പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് 45.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക സംസ്കാരം വികസിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് 12 കോടി വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 7.4 കോടി രൂപ അധികമാണ്. സർ, കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് യുവജനക്ഷേമ ബോർഡിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേവികുളം നാഷണൽ അഡ്വഞ്ചർ അക്കാദമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും കേരളത്തിൻ്റെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളോട് കിടവയ്ക്കുന്ന മികച്ച തരത്തിൽ ശ്രദ്ധേയമായതാണ്. മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യം എന്ന പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നും പ്രകൃതിയുടെ പരിസ്ഥിതിയുടെയും നിലനിൽപ്പിനെ കൂടി പരിഗണിക്കുന്ന പൊതുവായ പ്ലാനറ്ററി ഹെൽത്ത് എന്ന വിശാലമായ ലക്ഷ്യത്തേക്ക് 13-14 പഞ്ചവത്സര പദ്ധതിയിലൂടെ മാറിയ കേരളം ചികിത്സാ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം തന്നെ ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികൾ ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകി. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. സർ, ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളിലൊന്നാണ് ന്യൂമോണിയ. പ്രായമായവരിൽ, പ്രത്യേകിച്ച് ചില വിട്ടുമാറാത്ത രോഗാവസ്ഥകളുള്ളവരിൽ ന്യൂമോകോക്കൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കേരളത്തിലെ വയോധികർക്കിടയിൽ ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, BPL കുടുംബങ്ങളിലെ 60 വയസ്സും അതിനും കൂടുതലുള്ള പ്രായമുള്ള വ്യക്തികളെയാണ് ഈ പരിപാടി പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഈ പരിപാടിക്കായി 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് തല ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. അങ്ങനെ താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനായി 14.2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മലബാർ ക്യാൻസർ സെൻ്ററിന് 50 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ സെൻ്ററിന് 30 കോടി രൂപ, RCCക്ക് 90 കോടി രൂപ, മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ സെൻ്ററിലേക്ക് 30 കോടി രൂപ, ജില്ലാ താലൂക്ക് ആശുപത്രിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ ക്യാൻസർ ഉൾപ്പെടെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കായി 203 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ എല്ലാ മേഖലയിലും നല്ല സാരമായ വർധന വരുത്തിയിട്ടുണ്ട്. സർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പദ്ധതിയിൽ 6.5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 42.09 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് സർക്കാർ എംപാനൽഡ് സ്വകാര്യ ആശുപത്രി വഴി സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അതിൽ വരുമാന പരിധി കണക്കിലെടുക്കാതെ എല്ലാ ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു. സാർ, ഈ പദ്ധതിക്കായിട്ട് 900 കോടി രൂപ നീക്കിവെക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 200 കോടി രൂപ അധികമാണ് സാർ ഈ വർഷം മാറ്റിവെക്കുന്ന വിഹിതം. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 12 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ്റെ അടങ്കൽ 27.6 കോടി രൂപയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2.25 കോടി രൂപയും ഔഷധിക്ക് 2.3 കോടിയും ഹോംകോയ്ക്ക് 1 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, ആർദ്രം മിഷൻ്റെ 2ാം ഘട്ടം സുസ്ഥിരമാക്കുന്നതിനായി 70.92 കോടി രൂപ വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണത്തിനായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യ സേവന വകുപ്പിനും ഈ മേഖലയ്ക്ക് 3.10 കോടി കൊടുക്കുന്നു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും പാരാമെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളുടെയും നിർമ്മാണത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. DHSൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ കാത്തിലാബ് ICU സ്ഥാപിക്കുന്നതിന് 7 കോടി രൂപ മാറ്റിവെക്കുന്നു. ഗോത്ര തീരദേശ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ആശുപത്രികളുടെയും ആരോഗ്യ സംരക്ഷണ ഭവനങ്ങളുടെയും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 13 കോടി രൂപ മാറ്റിവെക്കുന്നു.